ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, ഞാനും കയറി ഫ്രീ ആയിട്ട് നീന്തൽ പഠിക്കാൻ. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലിയും എൻ്റെ മോനും ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം ഒരു 4:30 എഴുന്നേറ്റു. ആദ്യം എഴുന്നേൽപ്പിച്ചത് ഞങ്ങളുടെ ഈ ബിരുദനാണ് കേട്ടോ, ഞങ്ങളുടെ അച്ചക്കുട്ടൻ. ഇവനെ ഞങ്ങൾ കെട്ടിയിട്ടേക്കാണേ. വേറൊന്നും കൊണ്ടല്ല, പുറത്ത് ഭയങ്കര പൂച്ച ശല്യമുള്ളതാണ്. ഇവൻ കണ്ടൻ പൂച്ച ആയതുകൊണ്ട് ഇവന് കുറേ കടിയൊക്കെ കിട്ടിയിരിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഡോറൊന്ന് തുറന്ന് നോക്കി, എന്താണ് പുറത്തത്തെ ഒരവസ്ഥ. വാവ്! അപ്പോൾ ഇരുട്ട് മാറി വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ ചാനിക്കുട്ടനെയൊക്കെ എഴുന്നേൽപ്പിച്ചു. അച്ചുവും കൂടെ ഉണ്ട് കേട്ടോ. ചാനിക്കുട്ടനെ കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല, എന്നാലും ആൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് റെഡി ആയേക്കണേ. അവന് 5 വയസ്സ്. തന്നെ ബ്രഷൊക്കെ ചെയ്തോളും. എവിടെയെങ്കിലും പോകാൻ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ ചെയ്തോളും. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. ഞങ്ങളെല്ലാവരും മീൻസ് ഞങ്ങൾ 3 പേര് റെഡിയായി. ഞങ്ങളങ്ങനെ ഇറങ്ങാൻ തീരുമാനിച്ച്. ഏകദേശം ഒരു 5 o'clock ആയിട്ടുണ്ടാവും. മേക്കപ്പ് ഇല്ലാത്ത എൻ്റെ ഫേസാണ് എന്തൊരു ഭംഗി. അതൊക്കെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു വീഡിയോ അല്ലേ പോട്ടെ. ഇതാണ് എൻ്റെ ഒറിജിനൽ ഫേസ് കേട്ടോ, മറ്റേതൊക്കെ മേക്കപ്പാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി പയ്യെ. ഞങ്ങൾ 2nd ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. അങ്ങനെ എൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും 2 വണ്ടിയാണ്. പിന്നെ എൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ യാത്ര തുടങ്ങിയെന്നറിയാൻ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ ഇത് മണപ്പുറം റോഡ് എന്ന് പറയും. ആലുവ പറവൂർ കവല കഴിഞ്ഞിട്ട് മണപ്പുറത്തേക്ക് പോകുന്ന റോഡാണ് ഇത്. നമ്മുടെ ശിവൻ്റെ അമ്പലത്തിലേക്ക് അവിടെയാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നീന്തൽ പഠിപ്പിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഞങ്ങളായിരിക്കും ഏറ്റവും ഫസ്റ്റ് വന്നേക്കണേ. എന്നാൽ ഞങ്ങളെല്ലാം അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ആ പാർക്കിംഗ് കണ്ടാൽ തന്നെ അറിയാം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, എന്താണ് ഏതാണ് ഒന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ പോകുകയാണ്. അപ്പം ഞങ്ങളുടെ ബാക്കിൽ കൂടെയും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കൂടുതലും ഫാമിലീസാണ്. ഈ ഒരു ഇരുട്ട് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് ഇതായി പോവും, പേടിച്ചു പോവും. കാരണം ഇതെന്ത് ഇരുട്ടത്ത് എങ്ങനെ നമ്മൾ സ്വിം ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നീന്തൽ പഠിക്കും. പക്ഷേ അതിനുള്ള എല്ലാം സേഫ്റ്റിയും കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. 3 വയസ്സ് തുടങ്ങി 80 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇവിടെ പഠിക്കാം. ഇതിപ്പോൾ 4:30 ബാച്ച് ഓൾറെഡി പുഴയിലുണ്ട്. ഇത്രയും പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീന്തൽ പഠിക്കുന്ന ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ പാരൻറ്റ് അവിടെ നോക്കിക്കണം. കുട്ടി പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടീനെ നോക്കി പാരൻ്റ് ഇരിക്കണം. അതാണ് ഇവിടുത്തെ റൂൾസ്. അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത് എല്ലാവരും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് ഇതൊക്കെ. കാരണം ഇവരിതിന് മുന്നേ നീന്തൽ പഠിച്ച ആൾക്കാരാണ്. അവർ തന്നെയായിരിക്കും നമ്മളെയും സപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഞങ്ങൾക്കും ഒന്നും മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു, രജിസ്റ്റർ ചെയ്തു. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. വേറൊന്നല്ല, കുറേ ഗ്രൂപ്പായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. ഇത് ഒരേ സ്റ്റേജാണ്. അതായത് ഫസ്റ്റ് വരുന്നത് pre-KG, ദെൻ LKG, ദെൻ UKG, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ആ ഗ്രൂപ്പുകളാണ് ഇവിടെ ലൈനായിട്ട് നിൽക്കുന്നത്. ആദ്യം തന്നെ വാമപ്പാണ് ചെയ്യുന്നത്. അതിന് ഒരാൾ ഓൾറെഡി അവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ഗംഭീര മഴ നനഞ്ഞു. അതാ പുഴയിൽ ഇറങ്ങിയിട്ടല്ല, മഴ നനഞ്ഞതാണ്. ഫസ്റ്റ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് മുങ്ങി ഇരിക്കണം നമ്മൾ എത്ര നേരം. ആദ്യം ഭയങ്കരമായിട്ട് പേടിച്ചു, പക്ഷേ അത് നമ്മുടെ പേടി മാറാനാണ് അത് ചെയ്യിക്കണേ. പിന്നെ നമ്മൾ എത്ര നേരം ബ്രീത്ത് എടുക്കാൻ പറ്റും അത് ടെസ്റ്റ് ചെയ്യാനും കൂടിയാണ്. ഒരു 1 hour നമ്മൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ 1 minute കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും ഒരാൾക്ക് 3 minute കൂടുതൽ ചെയ്യാം. ഇതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഇതിൽ ഞങ്ങൾക്ക് അറിയാതെ പോയ കാര്യം, നമുക്ക് വീഡിയോ അലൗഡ് അല്ല. ഫസ്റ്റ് ഡേ ഞങ്ങൾ എടുത്ത വീഡിയോ ആണിത്, പക്ഷെ നമുക്കിത് അലൗഡ് അല്ല. ഇത് അറിയാതെ എടുക്കുന്ന വീഡിയോ ആണ്. നമ്മളോട് ആ സമയത്ത് ആരും പറഞ്ഞിരുന്നില്ല. പിന്നെ റൂൾസും കാര്യങ്ങളും വന്നപ്പോഴാണ് നമ്മളിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ. ബൈ.